നിലമ്പൂരിന്റെ വോട്ടുപെട്ടിക്ക് ചുറ്റും കൂട്ടിയും കിഴിച്ചും ഇരിക്കുകയാണ് മുന്നണികളും നേതാക്കളും പ്രവർത്തകരുമെല്ലാം. ഇനി 2 ദിവസം അങ്ങനെ ഇരിക്കണം. അതിനിടയിൽ മിനിഞ്ഞാന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ തിരക്കുകളെല്ലാം തീർന്ന് ഇന്നലെ UDFന്റെ നേതാക്കൾ ഒന്ന് ഒത്തുകൂടി ബൂത്തുകളിൽ നിന്നൊക്കെയുള്ള കണക്കുകൾ വ്യക്തമായി പരിശോധിച്ചു. അതിൽ പ്രവർത്തകരോട് നേതൃത്വം പറഞ്ഞ ഒരു കാര്യമുണ്ട് വ്യക്തമായിട്ട്. ഞങ്ങളെ സുഖിപ്പിക്കാനായി പെരുപ്പിച്ച കണക്കുകൾ ഇങ്ങോട്ട് തരണ്ട എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ കുട്ടി നേതാക്കൾ മാത്രമല്ല, ചുമതലയുണ്ടായിരുന്ന MLA-മാർ അടക്കമുള്ളവർ എത്തി യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ച് നൽകിയിരിക്കുകയാണ് UDF നേതൃത്വത്തിന്. ഇന്നലെയോടുകൂടിയാണ് അത് നൽകിയത്. അത് ഏറ്റവും പ്രധാനം M സ്വരാജിന്റെ പഞ്ചായത്ത് UDF നേടും എന്നുള്ളതാണ്. സ്വരാജിന്റെ പോത്തുകൽ പഞ്ചായത്ത് കഴിഞ്ഞ തവണ LDFന്റെ PV അൻവറിന് ലീഡ് നൽകിയൊരു പഞ്ചായത്താണ്. CPM-ന് അതിശക്തമായ വേരോട്ടമുള്ള അവർ ഭരിക്കുന്ന പഞ്ചായത്താണ്. അതിലാണ് നാട്ടുകാരൻ സ്വരാജ് പിന്നിലാകുമെന്ന് പറയുന്നത്. അതായത് UDFന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ടിൽ നിലമ്പൂർ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും UDFനൊപ്പം നിൽക്കുമെന്നും 2 പഞ്ചായത്തുകൾ LDFന് മുൻതൂക്കം നൽകുമെന്നുമാണ് പറയുന്നത്. മൊത്തം കണക്കുകളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDFന്റെ ഇതുപ്രകാരമുള്ള പ്രാഥമിക വിലയിരുത്തൽ പറയുന്നു. പഞ്ചായത്ത് തിരിച്ച് വ്യക്തമായി പറയുകയാണെങ്കിൽ കണക്കിങ്ങനെയാണ്. അതായത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നാണ് UDFന് ഏറ്റവും അധികം ലീഡ് ലഭിക്കുമെന്ന് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ 3,500 മുതൽ 4,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ശക്തി കേന്ദ്രമായ മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് 3,000 വോട്ടിന്റെ ലീഡ് UDFന് ലഭിക്കുമെന്ന് പറയുന്നു. അതുപോലെ മുൻ DCC അധ്യക്ഷനായിരുന്ന അന്തരിച്ചു പോയ VV പ്രകാശന്റെ നാടായ എടക്കരയിൽ നിന്നും 1,500 വോട്ട് ലീഡാണ് UDF മുന്നണി കണ്ടെത്തിയിരിക്കുന്നത്. സമാനമാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ 1000 മുതൽ 1,500 വരെ വോട്ട് വരെ ലീഡ് ലഭിക്കുമെന്നാണ് UDF വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 1,500 വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ അൻവറിന്റെ സ്വാധീനവും സാന്നിധ്യവും വളരെ കൂടുതൽ കാണുന്നുമുണ്ട്. എന്നാൽ LDF ഭരിക്കുന്ന അമരമ്പലം, കരുളായി പഞ്ചായത്തുകളിൽ വോട്ട് നിലയിൽ മുൻതൂക്കം അത് LDFനൊപ്പമാകുമെന്നാണ് UDFന്റെ തന്നെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണ ലഭിച്ച 2,000-നടുത്ത് വോട്ടുകൾ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിലും CPM-ഉം ഇടതുപക്ഷവും കൂപ്പുകുത്തില്ല എന്നുള്ളതാണ് ഈ പഞ്ചായത്തുകളിൽ നിന്ന് തന്നെ UDFന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്നതാണ് LDF ഭരിക്കുന്നതും സ്ഥാനാർത്ഥിയായ സ്വരാജിന്റെ നാടുമായ പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും 1000 വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്ത് നേടുമെന്ന് പറയുന്നത്. തൻ്റെ സ്വന്തം പോത്തുകല്ല് പഞ്ചായത്തിൽ സ്വരാജ് പിന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, സ്വരാജിന്റെ പഞ്ചായത്ത് തന്നെയാണ് DCC അധ്യക്ഷനായ VS ജോയിയുടെ പഞ്ചായത്തും. സ്വരാജിനെ നാട്ടിൽ പിടിച്ചുകെട്ടാൻ ജോയിക്കായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണം. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് പോത്തുകല്ല്. അതിൽ സർക്കാർ അവരെ നന്നാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ സങ്കടം. അങ്ങനെ പോത്തുകല്ല് സ്വരാജിന് പണി കൊടുക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. LDFന്റെ കണക്കിൽ സ്വരാജിന്റെ പഞ്ചായത്തിൽ വൻ ലീഡാണ് അവർ കാണുന്നത്, അവർ വിലയിരുത്തിയതും. അതാണിപ്പോൾ തകിടം മറിയുമെന്ന് UDFന്റെ കണക്കിൽ പറയുന്നത്. ഇതിനെല്ലാം അപ്പുറത്ത് ഒരു കണക്ക് കൂട്ടാനുണ്ട് എന്നും UDF വിലയിരുത്തുന്നു. അത് അൻവറിന്റെ കണക്കാണ്. അവസാന നിമിഷം PV അൻവർ കളിച്ച കളി അത് മുഴുവൻ LDF വോട്ടുകൾ പെട്ടിയിലാക്കാനായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻ ഇടത് MLA കൂടിയായ PV അൻവർ നേടുന്ന വോട്ടുകൾ UDFന് അനുകൂലമാകുമെന്നാണ് കണക്കുകൂട്ടലിൽ വ്യക്തമാകുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അൻവറിലൂടെ LDFലെത്തിയ വോട്ടുകളാകും ഇത്തവണ അതേ PV അൻവർ പിടിക്കുകയെന്നും UDFന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതെന്നാൽ ഈ 15,000-ന്റെ കണക്കിൽ അത് പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ശരിയാണെന്ന് നാട്ടുകാരും പലരും സമ്മതിക്കുന്നുമുണ്ട്. ശരിയാണെങ്കിൽ UDFന്റെ ലീഡ് അവർ വിലയിരുത്തുന്നതിൽ നിന്നും വളരെ കൂടാനാണ് സാധ്യത.